LCM or least common multiple. The LCM of two positive integers a and b is the least positive integer divisible by both a and b, and it is denoted by LCM of a, b. Okay, so LCM രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എ ആൻഡ് ബി, അതിൻ്റെ LCM ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ഡിവിസിബിൾ ബൈ ബോത്ത് എ ആൻഡ് ബി. എനെ കൊണ്ടും ബിനെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ, അതിനെയാണ് നമ്മൾ LCM ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. ഇനി the LCM of two positive integers a and b is the positive integer m such that m is LCM of ab. രണ്ട് പോസിറ്റീവ് ഇൻറ്റീജർ എ ബി, അതിൻ്റെ LCM ആണ് m എങ്കിൽ എ ഡിവൈഡ്സ് എം ആൻഡ് ബി ഡിവൈഡ്സ് എം. LCMൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? എനെ കൊണ്ടും ബിനെ കൊണ്ടും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് നമ്പറാണ് LCM എന്നാണ് പറഞ്ഞത്. സോ എയും ബിയും എന്ത് ചെയ്യും? എമ്മിനെ ഡിവൈഡ് ചെയ്യും. സോ എ ഡിവൈഡ്സ് എം ആൻഡ് ബി ഡിവൈഡ്സ് എം. ഇനി വേറൊരു എം ഡാഷ്, ഒരു ഇൻറ്റിജർ എം ഡാഷ് ഉണ്ട്. ഈ എം ഡാഷ് ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് എ ആൻഡ് ബി, ദാറ്റ് ഈസ് എ ഡിവൈഡ്സ് എം ഡാഷ് ആൻഡ് ബി ഡിവൈഡ്സ് എം ഡാഷ്. ദെൻ LCM എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ വരുന്ന ഏറ്റവും ചെറുതാണ് LCM. സോ അങ്ങനെ വേറൊരു എം ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ LCM എം എന്താവണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഡാഷ് ആവണം. ഓക്കെ, നോക്കൂ. If a equal to p1 raised to a1 into p2 raised to a2 etc. into pn raised to an ഉം b equal to p1 raised to b1 into p2 raised to b2 into etc. into pn raised to bn. ഓക്കെ, എ ബി രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, അതിന് നമ്മൾ എന്ത് എഴുതി? അതിൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ കണ്ടുപിടിച്ചിട്ട് അത് എഴുതി. ഓക്കെ, ഇവിടെ p1 p2 എക്സെട്ര pn എല്ലാം പ്രൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ LCM ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താവും? p1 റേസ് ടു മാക്സിമം ഓഫ് p1ൻ്റെ പവർ എന്താണ്? a1 b1 അല്ലേ. സോ p1 റേസ് ടു മാക്സിമം ഓഫ് a1 b1, p2 റേസ് ടു മാക്സിമം ഓഫ് a2 b2 എക്സെട്ര ഇൻറ്റു pn റേസ് ടു മാക്സിമം ഓഫ് an bn. അതായിരിക്കും അതിൻ്റെ LCM ആയിട്ട് വരിക. സോ രണ്ട് നമ്പേഴ്സിൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ LCM കാണാം. ഓക്കെ, അത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. p1 റേസ് ടു മാക്സിമം ഓഫ് a1 b1, p2 റേസ് ടു മാക്സിമം ഓഫ് a2 b2 എക്സെട്ര pn റേസ് ടു മാക്സിമം ഓഫ് an bn. So using canonical decomposition, find the LCM of 1050 and 2574. സോ കനോണിക്കൽ ഡീകമ്പോസിഷൻ ഉപയോഗിച്ചിട്ട് രണ്ട് നമ്പേഴ്സിൻ്റെ LCM കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു കനോണിക്കൽ ഡീകമ്പോസിഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് രണ്ട് നമ്പേഴ്സിൻ്റെ LCM എഴുതുക എന്നുള്ളത്. സോ ഇവിടെ തന്നിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ഒന്ന് 2575 1050 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കനോണിക്കൽ ഡീകമ്പോസിഷൻ എഴുതി വെക്കാം. സോ 2574 എനിക്ക് 2 ഇൻറ്റു 1287 എന്ന് എഴുതാം. 2 എന്താണ്? ഒരു പ്രൈമാണ്. സോ അത് അവിടെ നിർത്തി. ബാക്കി 1287 അതിനെ നമുക്ക് 3 ഇൻറ്റു 427 എന്ന് എഴുതാം. 3 ഇൻറ്റു 429 എന്ന് എഴുതാം. ദെൻ 3 അഗെയിൻ പ്രൈമാണ്. സോ അത് അവിടെ നിന്നു. അടുത്തത് 429, അതിനെ വീണ്ടും 3 ഇൻറ്റു 143 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 11 ഇൻറ്റു 13. സോ ഓക്കെ, ഇവിടെ എല്ലാം നമുക്ക് പ്രൈം കിട്ടിയിട്ടുണ്ട്. സോ ദ കനോണിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് 2574 ഈസ് 2 ഇൻറ്റു 3 എന്തുണ്ട്? 3 ഇൻറ്റു 3 അല്ലേ. സോ 3 സ്ക്വയർ ഇൻറ്റു 11 ഇൻറ്റു 13 ആണ്. അതേപോലെ 1050ൻ്റെതും ചെയ്താൽ നമുക്ക് 2 ഇൻറ്റു 3 ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 7 എന്ന് കിട്ടും. ഇത് ഉപയോഗിച്ചിട്ട് LCM ഓഫ് 1550 ആൻഡ് 2574 നമുക്ക് എഴുതാം. രണ്ടിലും വരുന്ന ഫസ്റ്റ് പ്രൈം ഏതാണ്? 2 ആണ് അല്ലേ. ഇനി ഈ 2ൻ്റെ പവർ ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. നമ്മൾ എന്താ എടുക്കുന്നത്? 2 എഴുതി. അതിൻ്റെ maximum of 1, that is 1 itself. So 2 raised to 1 into അടുത്തത് എന്താണ്? 3 ആണ്. 3 ഇവിടെ 3ൻ്റെ പവർ എന്താണ്? 1 ആണ്. ഇവിടെ 3ൻ്റെ പവർ 2. അപ്പോൾ ഇതിൻ്റെ മാക്സിമം എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ. അടുത്തത് 5 ആണ്. 5 ഇതിലില്ല. സോ 5 സ്ക്വയർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എടുത്തു. 7 ഫസ്റ്റത്തേലില്ല. സോ 7 എടുത്തു. 11 സെക്കൻഡിലില്ല. സോ നമ്മൾ 11 ഇവിടെ എടുത്തു. ആൻഡ് 13 ഇവിടെ ഇല്ല. 13 ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 13 റേസ് ടു 0. ഓക്കെ, സോ 13 റേസ് ടു മാക്സിമം ഓഫ് 1, 0 അതെന്താണ്? 1 ആണ്. സോ വി ടേക്ക് 13 റേസ് ടു 1. ഓക്കെ, സോ ദിസ് ഈസ് ദ LCM. ഈ പ്രൊഡക്റ്റ് ആയിരിക്കും LCM ഓഫ് 1050 ആൻഡ് 2574. നെക്സ്റ്റ് തിയറം 3.17 ആണ്. ലെറ്റ് a and b be positive integers, then LCM of AB equal to a into b by GCD of AB.
ഓക്കെ, സോ എൽ സി എമ്മും ജി സി ഡിയും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. എൽ സി എം ഓഫ് എ ബി എന്താണ്? എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ ജി സി ഡി ഓഫ് എ ബി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? എയുടെയും ബിയുടെയും കനോണിക്കൽ ഡീകമ്പോസിഷന് സപ്പോസ് ചെയ്യാം. ലെറ്റ് എ ഈക്വൽ ടു പി വൺ റേസ് ടു എ വൺ, പി ടു റേസ് ടു എ ടു എക്സെട്ര, പി എൻ റേസ് ടു എ എൻ, ആൻഡ് ബി ഈക്വൽ ടു പി വൺ റേസ് ടു ബി വൺ, പി ടു റേസ് ടു ബി ടു എക്സെട്ര, പി എൻ റേസ് ടു ബി എൻ be the canonical decompositions of A and B respectively. അതിൻ്റെ canonical decompositions ഏതാണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് എ ബി എന്താ വരിക? canonical decomposition ജി സി ഡി കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പ്രൈം പി വൺ റേസ് ടു മിനിമം, പി വണ്ണിൻ്റെ പവർ ഇവിടെ എ വണ്ണും ഇവിടെ ബി വണ്ണും ആണ്. സോ മിനിമം ഓഫ് എ വൺ ബി വൺ. ജി സി ഡി ആകുമ്പോൾ അതെന്താണ്? പി വൺ റേസ് ടു മിനിമം ഓഫ് എ വൺ ബി വൺ, പി ടു റേസ് ടു മിനിമം ഓഫ് ഇവിടുത്തെ പവർ എ ടു, ഇവിടുത്തെ പവർ ബി ടു. സോ മിനിമം ഓഫ് എ ടു ബി ടു എക്സെട്ര, പി എൻ റേസ് ടു മിനിമം ഓഫ് എ എൻ ബി എൻ. ഓക്കെ, ആൻഡ് എൽ സി എം എന്താണ്? എൽ സി എം ഓഫ് എ ബി എന്താണ്? പി വൺ റേസ് ടു മാക്സിമം ഓഫ് എ വൺ ബി വൺ, പി ടു റേസ് ടു മാക്സിമം ഓഫ് എ ടു ബി ടു എക്സെട്ര, പി എൻ റേസ് ടു മാക്സിമം ഓഫ് എ എൻ ബി എൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ജി സി ഡിയും എൽ സി എമ്മും മൾട്ടിപ്ലൈ ചെയ്താൽ ഓക്കെ, ജി സി ഡി ഓഫ് എ ബി ഇൻറ്റു ജി സി ഡി ഓഫ് എൽ സി എം ഓഫ് എ ബി. സോ ജി സി ഡി നമ്മൾ കണ്ടുവച്ചിരുന്നു പി വൺ റേസ് ടു മിനിമം ഓഫ് എ വൺ ബി വൺ, പി ടു റേസ് ടു മിനിമം ഓഫ് എ ടു ബി ടു എക്സെട്ര ഇൻറ്റു പി എൻ റേസ് ടു മിനിമം ഓഫ് എ എൻ ബി എൻ ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ എൽ സി എം ഓഫ് എ ബി. എൽ സി എം എന്താണ്? പി വൺ റേസ് ടു മാക്സിമം ഓഫ് എ വൺ ബി വൺ എക്സെട്ര ഇൻറ്റു പി എൻ റേസ് ടു മാക്സിമം ഓഫ് എ എൻ ബി എൻ. ഓക്കെ, സോ ഇവിടെ നോക്കൂ, ഇനി ഇവിടെ പി വണ്ണിൻ്റെ പവർ എന്താണ്? മിനിമം ഓഫ് എ വൺ ബി വണ്ണും ഇവിടെ പി വണ്ണിൻ്റെ പവർ മാക്സിമം ഓഫ് എ വൺ ബി വൺ. സോ പി വൺ റേസ് ടു മിനിമം ഓഫ് എ വൺ ബി വൺ ഇൻറ്റു പി വൺ റേസ് ടു മാക്സിമം ഓഫ് എ വൺ ബി വൺ അല്ലേ? സോ അത് നമുക്ക് എങ്ങനെ എഴുതാം? പി വൺ റേസ് ടു മിനിമം ഓഫ് എ വൺ ബി വൺ പ്ലസ് maximum of a1 b1 into p2 raised to minimum of a2 b2 plus maximum of a2 b2 etc. pn raised to minimum of an bn plus maximum of an bn എന്നെഴുതാം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കും, മിനിമം ഓഫ് എ വൺ ബി വണ്ണും മാക്സിമം ഓഫ് എ വൺ ബി വണ്ണും ആണ് അല്ലെ പി വണ്ണിൻ്റെ പവറായിട്ട് വരുന്നത്. സോ മിനിമം ഓഫ് എ വൺ ബി വൺ എ വൺ ആണ് എന്നെടുത്തു വിചാരിച്ചോ. മിനിമം എ വൺ ബി വൺ ഉണ്ട്, അതിൽ മിനിമം എ വൺ ആണെങ്കിൽ എന്താവും? കോൺസിക്വൻ്റ്ലി അതിലെ മാക്സിമം എന്തായി മാറും? ബി വൺ ആവും. ഇനി മിനിമം ഓഫ് എ വൺ ബി വണ്ണിൽ മിനിമം ആണ് ബി വൺ എങ്കിൽ മാക്സിമം അപ്പം എന്താവും? എ വൺ ആവും. സോ ഇതെങ്ങനെ ആഡ് ചെയ്താലും മിനിമം ഓഫ് എ വൺ ബി വൺ എ വൺ എടുത്താൽ മാക്സിമം എന്താവും? ബി വൺ ആവും. ഇനി മിനിമം ബി വൺ ആണെങ്കിൽ മാക്സിമം എന്താവും? എ വൺ ആവും. സോ ഇതെങ്ങനെ ആഡ് ചെയ്താലും എന്താണ്? എ വൺ പ്ലസ് ബി വൺ അതാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് എന്തെഴുതാം? പി വൺ റേസ് ടു എ വൺ പ്ലസ് ബി വൺ. അടുത്തതിൽ എന്താ വരിക? പി ടു റേസ് ടു എ ടു പ്ലസ് ബി ടു എക്സെട്ര. മിനിമം ഓഫ് എ എൻ ബി എൻ പ്ലസ് മാക്സിമം ഓഫ് എ എൻ ബി എൻ. മിനിമം എ എൻ ആണെങ്കിൽ മാക്സിമം എന്താവും? ബി എൻ ആവും. മിനിമം ബി എൻ ആണെങ്കിൽ മാക്സിമം ബി എൻ ആവും. എന്താണെങ്കിലും മുകളിലുള്ള പവർ എന്താ വരിക? എ എൻ പ്ലസ് ബി എൻ വരിക. സോ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം. പി വൺ റേസ് ടു എ വൺ ഇൻറ്റു പി ടു റേസ് ടു എ ടു എക്സെട്ര ഇൻറ്റു പി എൻ റേസ് ടു എ എൻ ഇൻറ്റു പി വൺ റേസ് ടു ബി വൺ ഇൻറ്റു പി ടു റേസ് ടു ബി ടു എക്സെട്ര ഇൻറ്റു പി എൻ റേസ് ടു ബി എൻ. നമ്മൾ ഇതെന്താണ് എടുത്തിരുന്നത്? ദിസ് ഇസ് ദ കനോണിക്കൽ ഡികമ്പോസിഷൻ ഓഫ് എ ആൻഡ് ദിസ് ഇസ് ദാറ്റ് ഓഫ് ബി. സോ ഇതിനെ നമുക്ക് എന്തെഴുതാം? എ ഇൻറ്റു ബി എന്നെഴുതാം. ദാറ്റ് ഈസ് ജി സി ഡി ഓഫ് എ ബി ഇൻറ്റു എൽ സി എം ഓഫ് എ ബി ഈക്വൽ ടു എ ബി എന്ന് കിട്ടി. സോ ഇവിടെ നിന്ന് നമുക്ക് എൽ സി എം ഓഫ് എ ബി ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ ജി സി ഡി ഓഫ് എ ബി എന്നെഴുതാം. യൂസിങ് ജി സി ഡി ഓഫ് ഒരു ക്വസ്റ്റ്യൻ ആണ്, യൂസിങ് ജി സി ഡി ഓഫ് 252, 360 കമ്പ്യൂട്ട് ദ എൽ സി എം ഓഫ് 252, 360. ജി സി ഡി ഉപയോഗിച്ചിട്ട് ഈ നമ്പറിൻ്റെ എൽ സി എം കാണണം. സോ ജി സി ഡി ഉപയോഗിച്ചിട്ട് എൽ സി എം കാണാനുള്ളത് എന്തായിരുന്നു? എൽ സി എം ഓഫ് എ ബി. എൽ സി എം ഓഫ് എ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി ബൈ ജി സി ഡി ഓഫ് എ ബി ആയിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ജി സി ഡി ഓഫ് എ ബി കാണണം. ഇവിടുത്തെ എ 252, ബി 360. സോ ജി സി ഡി ഓഫ് 252, 360 കാണണം. സോ 252നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7 എന്ന് എഴുതാം. 360നെ നമുക്ക് 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5. സോ ഇതിൻ്റെ ജി സി ഡി എന്താ വരിക? ഇവിടുത്തെ മിനിമം അല്ലേ, പി വൺ റേസ് ടു മിനിമം ഓഫ് ദ. സോ ഇവിടെ 2 എടുത്താൽ ഇവിടെ മിനിമം 2 സ്ക്വയർ ആണ്. ഇവിടെ 3 സ്ക്വയർ, 2 ഇൻറ്റു 3 സ്ക്വയർ, 7ഉം 5ഉം രണ്ടിലും ഇല്ല. സോ ഇറ്റ് ഈസ് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ, ദാറ്റ് ഈസ് 4 ഇൻറ്റു 6 ഈക്വൽ ടു 36. സോ
ജി സി ഡി ഓഫ് 252 360 36 ആണെന്ന് കിട്ടി. ഇനി എൽ സി എം എന്താണ്? എ ഇൻറ്റു ബി. എ എന്താണ്? 252, ബി 360. സോ 252 ഇൻറ്റു 360 ഡിവൈഡഡ് ബൈ GCD of 252 360, that is 36. So the answer will be 2520. Next ഒരു corollary ആണ്. Two positive integers a and b are relatively prime if and only if LCM of AB equal to a into b. ഇപ്പോൾ രണ്ട് ഇൻറ്റീജേഴ്സ്, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എയും ബിയും, അത് റിലേറ്റീവ്ലി പ്രൈം ആവാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി പ്രൈം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൽ സി എം ഓഫ് എ ബി, എയുടെയും ബിയുടെയും എൽ സി എം വിൽ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി ആകുമ്പോൾ മാത്രമേ ഉള്ളൂ അതെന്താവുക? റിലേറ്റീവ്ലി പ്രൈം ആവുക. സോ ഇത് നമുക്ക് നോക്കാം. നമുക്കറിയാം എൽ സി എം ഓഫ് എ ബി എന്താണ്? എ ഇൻറ്റു ബി ബൈ ജി സി ഡി ഓഫ് എ ബി. ഇനി റിലേറ്റീവ്ലി പ്രൈം, എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആവുമ്പോൾ ജി സി ഡി ഓഫ് എ ബി എന്താവും? ഈക്വൽ ടു 1 ആവും. സോ എൽ സി എം ഓഫ് എ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി ബൈ 1. ദാറ്റ് ഈസ് എൽ സി എം ഓഫ് എ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി. Next is theorem 1.8 or the recursion formula. അതിൽ പറയുന്നത് let a1, a2, etc. an be n positive integers. Then LCM of a1, a2, etc. an equal to LCM of a1, a2, etc. an minus 1, n. Okay, so a1, a2, etc. an അങ്ങനെ n പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എൽ സി എമ്മിനെ നമുക്ക് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. എൽ സി എം ഓഫ് a1, a2, etc. an minus 1, anൻ്റെ എൽ സി എം. ജി സി ഡിയിൽ നമ്മൾ ഇതേപോലെ ഒരു റിക്കേഷൻ ഫോമുല പഠിച്ചിരുന്നു. അതേപോലെ തന്നെ വരുന്ന ഒരു റിക്കേഷൻ ഫോമുലയാണ് എൽ സി എമ്മിൻ്റെ കേസിലും ഇങ്ങനൊരു റിക്കേഷൻ ഫോമുല എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Next, corollary 3.11. If the positive integers a1, a2, etc. an are pairwise relatively prime, then LCM of a1, a2, etc. an equal to a1 into a2 into an ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എൽ സി എം ഓഫ് എ ബി ഈക്വൽ ടു എ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എൻ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിലേക്കുള്ള ഒരു ജനറലൈസേഷനാണ് ഈ കൊറോളറിയിൽ പറയുന്നത്. സോ ഇത് നമ്മൾ ചെയ്യുന്നത്, അതായത് a1, a2, etc. an എല്ലാം റിലേറ്റീവ്ലി പെയർവൈസ് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് എന്തായിരിക്കും? a1 ഇൻറ്റു a2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു an ആയിരിക്കും. ഓക്കെ, ഇത് ഈ റിക്കേഷൻ ഫോമുല വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. So next question is, using recursion evaluate LCM of 24, 28, 36 and 40. ഇതിൻ്റെ എൽ സി എം കാണണം റിക്കേഷൻ ഉപയോഗിച്ചിട്ട്. റിക്കേഷനിൽ പറഞ്ഞിരുന്നത് എൽ സി എം ഓഫ് a1, a2, etc. an ഈക്വൽ ടു a1, a2, etc. an minus 1 LCM, an LCM of a1, a2, LCM of a1, a2, etc. an minus 1, an എന്ന് പറയുന്നത്. സോ ഇവിടെ 24, 28, 36, 40 ആണ്. ഇതിൻ്റെ എൽ സി എമ്മിന് നമുക്ക് എൽ സി എം ഓഫ് 24, 28, 36, 40 എന്ന് എഴുതാം. ഇതിനെ വീണ്ടും 24, 28, 26ൻ്റെ എൽ സി എമ്മിന് എൽ സി എം ഓഫ് 24, 28, 36, 40 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ എൽ സി എം ഓഫ് 24, 28, 26, 40 എന്ന് എഴുതാം. സോ എൽ സി എം ഓഫ് 24, 28 നമുക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം 168 കിട്ടും. സോ 168 എൽ സി എം ഓഫ് 168, 36. 168ൻ്റെയും 36ൻ്റെയും എൽ സി എം 504 ആണ്. സോ എൽ സി എം ഓഫ് 504, 40 and that is 2520. Corollary 3.12. Let m1, m2, etc. mk and a be positive integers such that mi divides a for 1 less than or equal to I less than or equal to k. Then LCM of m1, m2, etc. mk divides a. ഓക്കെ, സോ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് m1, m2, etc. mk ആൻഡ് എ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. m1, m2, mkയും എയും എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ആൻഡ് ഓരോ miയും എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് m1 ഡിവൈഡ്സ് എ, m2 ഡിവൈഡ്സ് എ, എക്സെട്ര എവിടെ വരെയുണ്ട്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ആണ്. സോ mk വരെയുള്ള എല്ലാ നമ്പേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ എൽ സി എം ഓഫ് m1, m2, etc. mkയും എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കേണ്ടത്. സോ വി പ്രൂവ് ദിസ് ബൈ സ്ട്രോങ് ഇൻഡക്ഷൻ ഓൺ k. The statement is clearly true when k equal to 1 and k equal to 2. So k equal to 1 ആകുമ്പോൾ ഇവിടെ ആകെ m1 ഉള്ളൂ. ആൻഡ് ദിസ് m1 divides
സോ m1 ഡിവൈഡ്സ് a പറഞ്ഞാൽ അവിടെ LCM ഓഫ് m1 ഇസ് അഗെയിൻ m1 ആണ്. m1 ഡിവൈഡ്സ് a. LCM നമ്മൾ രണ്ട് നമ്പേഴ്സിനാണ് ഡിഫർ. നെക്സ്റ്റ് k ഈക്വൽ ടു 2. k ഈക്വൽ ടു 2 ആകുമ്പോൾ എന്താണ് m1 ഡിവൈഡ്സ് a m2 ഡിവൈഡ്സ് a ആണ്. അങ്ങനെയാണെങ്കിൽ LCM ഓഫ് m1, m2 എന്ത് ചെയ്യും? a ഡിവൈഡ് ചെയ്യും. ഓക്കെ, നൗ we assume that it is true for integers for integers through t. Okay, so we assume that it is true for integers 1 through t. Okay, so നമ്മൾ എന്താണ് ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. സ്ട്രോങ് ഇൻഡക്ഷൻ ആയതുകൊണ്ട് ഇത് t വരെയുള്ള എല്ലാ ഇൻറ്റീജേഴ്സിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ നൗ ലെറ്റ്, അതായത് എന്താണ് m1 m2 എക്സെട്ര mk ആൻഡ് a പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് ആൻഡ് mi ഡിവൈഡ്സ് a ആണ് ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു t എന്നെടുത്തു. then and m1 and LCM of m1 m2 etc mt divides a യും ആണെന്ന് എടുത്തു. ഓക്കെ, mt divides a, അതാണ് നമ്മളെ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. ഇനി നമ്മൾ കാണിക്കേണ്ടത് എന്താ വെച്ചാൽ LCM of m1 m2 etc mk plus 1 divides a ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ let mi divides a for 1 less than or equal to I less than or equal to t plus 1. നമ്മൾ പറഞ്ഞു m1 m2 etc mk പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ mi divides a എന്ന് പറഞ്ഞു. സോ ഇവിടെ നമ്മൾ സപ്പോസ് ദാറ്റ് let mi divides a for 1 less than or equal to I less than or equal to t plus 1. that is m1 divides a, m2 divides a etc mt plus 1 എന്ത് ചെയ്യുന്നുണ്ട്? a ഡിവൈഡ് ചെയ്യുന്നുണ്ട്. then LCM of m1 m2 etc mt divides a. എന്താ കാരണം? ദാറ്റ് ഈസ് അവർ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് അല്ലേ? കാരണം t വരെയുള്ള എല്ലാ ഇൻറ്റീജേഴ്സും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? m1 LCM ഓഫ് m1 m2 എക്സെട്ര mt എന്ത് ചെയ്യും? ഡിവൈഡ്സ് a ആണ്. ദാറ്റ് ഈസ് ബൈ ദ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്. ആൻഡ് mt പ്ലസ് 1 ഡിവൈഡ്സ് a. നമ്മൾ പറഞ്ഞു mi ഡിവൈഡ്സ് a ആണ് ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു t. സോ t പ്ലസ് 1. സോ നമുക്ക് എന്ത് പറയാം? ഇത് ഉപയോഗിച്ചിട്ട് mt പ്ലസ് 1 ഡിവൈഡ്സ് a. Okay, so m1 m2 LCM of m1 m2 etc mt divides a ആണ് and mt plus 1 divides a. so by again by the hypothesis പ്രകാരം നമുക്ക് എന്ത് പറയാം? LCM of m1 m2 etc mt mt plus 1 divides a. അതായത് നമ്മൾ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ചിട്ട് LCM ഓഫ് m1 m2 എക്സെട്ര mt a ഡിവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് mt പ്ലസ് 1 ഡിവൈഡ്സ് എയും ആണ്. അങ്ങനെയാണെങ്കിൽ സോ ഇതിൻ്റെ ഇത് ഒന്ന് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിനെ എന്ത് പറയാം? കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ t വരെയുള്ള എല്ലാത്തിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് വേറെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതായത് സോ അഗെയിൻ ബൈ ഹൈപ്പോത്തസിസ് LCM ഓഫ് m1 m2 എക്സെട്ര mt mt പ്ലസ് 1 എന്ത് ചെയ്യും? ഡിവൈഡ്സ് a. ദാറ്റ് ഈസ് m1 LCM of m1 m2 etc mt plus 1 divides a by theorem 3.18. അതായത് ഇവിടെ എന്താണ്? LCM of m1 m2 etc mt mt plus 1 divides a ആണ്. ഇത് റിക്കേർഷൻ ഫോമിൽ അല്ല, നമ്മളെ തിയറം റിക്കേർഷൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന് എന്ത് എഴുതാം? LCM of m1 m2 mt mt plus 1 എന്നെഴുതാം and that divides a എന്ന് കൊടുത്തിട്ടുണ്ട്. so this divides a. thus by induction the result is true for every positive integer k.